അവസാനവട്ട ചർച്ചയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റങ്ങൾ. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പിള്ളിയുടെ പേര് ഹൈക്കമാൻഡ് വെട്ടി. പകരം മനോജ് മൂത്തേടത്തിന്റെ പേരാണ് പരിഗണനയിലുള്ളത്. 70 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ VP അബ്ദുൾ റഷീദിനെ മത്സരിപ്പിക്കാനും ഡൽഹിയിലെ ചർച്ചയിൽ തീരുമാനമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നല്ല സമയം നോക്കി പറയുമെന്ന് VD സതീശൻ പ്രതികരിച്ചു. നിങ്ങളെ യഥാസമയത്ത് അറിയിക്കും. UDFന്റെ എല്ലാ ഘടകകക്ഷികളും തമ്മിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയാവുകയാണ്. കോൺഗ്രസിൻ്റെ സീറ്റ് നിർണയം പൂർത്തിയാവുകയാണ്. അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു നല്ല സമയം നോക്കിയിട്ട് നിങ്ങളോട് പറയാം. കോൺഗ്രസ് നല്ല സമയത്തിനായി തന്നെ കാത്തിരിക്കുന്നു. നല്ല സമയം നോക്കി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, കോൺഗ്രസ് നല്ല സമയം നോക്കുമ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട പലർക്കും അത്ര നല്ല സമയമല്ല. പ്രത്യേകിച്ച് പെരുമ്പാവൂരിലൊരു ട്വിസ്റ്റ് തന്നെ ഉണ്ടായിരിക്കുന്നു. എൽദോസ് കുന്നപ്പിള്ളിയെ വെട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ 70 സീറ്റുകളിൽ ഏകദേശ ധാരണ വരുമ്പോൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആണ് ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നത്? പെരുമ്പാവൂരിൽ എന്തൊക്കെ ഘടകങ്ങളാണ് നേതൃത്വം പരിഗണിച്ചത്? പെരുമ്പാവൂരിൽ ഇപ്പോൾ 26-ാം തീയതിയാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ ഈ കേസ്, സ്ത്രീപീഡന കേസ് പരിഗണിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളി കോടതിയിൽ ഹാജരാകുകയോ അല്ലെങ്കിൽ കേസെടുക്കുകയോ ചെയ്താൽ അത് പെരുമ്പാവൂരിൽ മാത്രമല്ല സംസ്ഥാനം മുഴുവനും ഇതിൻ്റെ ഒരു അലയലുകൾ ഉണ്ടാകും. അത് UDFന്റെ വിജയസാധ്യത കുറയ്ക്കും എന്ന തരത്തിലുള്ള ഒരു ചർച്ചയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി ഇല്ലെങ്കിൽ പകരം ആര് എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നത്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനെ പരിഗണിക്കുന്നുണ്ട്. ഷിയാസിനെ പെരുമ്പാവൂരിൽ കൂടി പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യമുണ്ട്. അതേസമയം ഈ സർവേയിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ മനോജ് മൂത്തേടനാണ്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ചെറുപ്പക്കാരനാണ്, സഭയുടെ പിന്തുണയുണ്ട് എന്നുള്ള വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ചർച്ച പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ നേതാക്കന്മാരെ ഇപ്പോൾ ചർച്ചയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അടൂർ പ്രകാശ് ഇപ്പോൾ ചർച്ചയിലേക്ക് കൂടി പങ്കാളിയായിരിക്കുകയാണ്. ഇതുകൂടാതെ വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും ഷാഫി പറമ്പിലും കൂടി ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി ചേരുകയാണ്. ഇവർ കൂടി എടുക്കുന്ന ഒരു ചർച്ച നടത്തി കഴിയുമ്പോഴാണ് അന്തിമമായി എൽദോസ് കുന്നപ്പള്ളിയെ വെട്ടിയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് അഭിപ്രായം പറയാൻ കഴിയുക. കാരണം ഒഴിവാക്കിയാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പക്ഷേ ഇപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കന്മാരുടെ കൂട്ടായ തീരുമാനത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുക. 3 മണിക്ക് ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു കണക്കൂട്ടൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. 3 മണിക്ക് ഒരു ആദ്യഘട്ട പട്ടിക പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ധനസുമോദ് ചില സീറ്റുകളിൽ കൂടി തർക്കങ്ങൾ നിലനിന്നിരുന്നു. അക്കാര്യങ്ങളിലൊക്കെ ധാരണയിലേക്ക് എത്താനായോ? എറണാകുളത്തെ ചില സീറ്റുകളിൽ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വായ്പിലുണ്ട്, ഇപ്പോഴും കൊച്ചി സീറ്റിൽ തർക്കമുണ്ട്. ഇതുകൂടാതെ തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട പല സീറ്റുകളിലും തർക്കമുണ്ട്. ഇപ്പോൾ അരുവിക്കരയിൽ മത്സരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ശബരിനാഥനോട് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അതേസമയം നേമത്ത് കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ വൈഷ്ണവ് സുരേഷിൻ്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇതുകൂടാതെ MR ബൈജുവിൻ്റെ പേരാണ് കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ. എന്തായാലും ഇന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിലേക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. ആദ്യഘട്ടത്തിൽ 70 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള കാര്യങ്ങളൊക്കെ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. തുടങ്ങിയ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് ധനസുബോധ് നൽകിയത്.